പെബിൾസ് മലയാളം. മറ്റുള്ളവരെ ബഹുമാനിക്കുക. പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. അയാൾ ഒരു ഭാഗ്യദോഷിയാണെന്ന് എല്ലാവരും കരുതി. അകത്ത് കേറി വാ, അയാള് വരുന്നത് കണ്ടില്ലേ? ഭാഗ്യദോഷിയാണ് ആ മനുഷ്യൻ. രാവിലെ തന്നെ അയാളുടെ മുഖം കണ്ട അന്നത്തെ ദിവസം പോക്കാം. അതെ അതെ, വളരെ ശരിയാ. വാ, നമുക്ക് അകത്തേക്ക് പോകാം. ഈശ്വര, ഞാനിനി എന്തു ചെയ്യും? എന്റേതല്ലാത്ത തെറ്റിന് ഇവർ എന്നോട് വളരെ ക്രൂരമായി പെരുമാറുന്നല്ലോ. ഭാഗ്യദോഷിയായ മനുഷ്യനെക്കുറിച്ചുള്ള വാർത്ത രാജാവ് അറിഞ്ഞു. എനിക്ക് അതിശയം തോന്നുന്നു. ഒരു മനുഷ്യന്റെ മുഖം കാണുന്നത് കൊണ്ട് എങ്ങനെയാണ് ഭാഗ്യദോഷമുണ്ടാവുക? ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കട്ടെ. ഭടന്മാരെ, അയാളെ ഉടനെ കൊണ്ടുവരൂ. ആ മനുഷ്യനെ രാജാവിന്റെ മുന്നിൽ കൊണ്ടുവന്നു. സൈനിക, ഇയാളെ ശരിക്കും നോക്കണം. ഇയാൾ നമ്മുടെ അതിഥിയാണ്. നോക്കൂ, സ്വസ്ഥമായിരിക്കണം. നാം നിങ്ങളെ നാളെ കാണാം. ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. എന്റെ വിധി നാളെ തീരുമാനമാകും മഹാരാജൻ. അടുത്ത ദിവസം രാവിലെ രാജാവ് എഴുന്നേറ്റു. എന്നിട്ട് നേരെ ഭാഗ്യദോഷിയായ മനുഷ്യന്റെ മുറിയിലേക്ക് ചെന്നു. നമസ്കാരം മഹാരാജൻ. നമസ്കാരം. രാജാവ് അവിടം വിട്ടു. എന്നിട്ട് തോട്ടത്തിൽ ഉലാത്തിക്കൊണ്ടിരുന്നു. അയ്യോ ഈശ്വര, എന്റെ കാല് മുറിഞ്ഞു. അന്നുച്ചയ്ക്ക് രാജാവ് ഉച്ചഭക്ഷണത്തിനായി കാത്തിരുന്നു. അപ്പോൾ പാചകക്കാരൻ രാജാവിനോട് പറഞ്ഞു, ക്ഷമിച്ചാലും മഹാരാജൻ, ഒരു പല്ലി ഭക്ഷണത്തിൽ വീണിരിക്കുന്നു. ദയവായി കാത്തിരിക്കൂ, ഞങ്ങൾ വീണ്ടും ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. എന്റെ ദിവസം മുഴുവൻ നാശമായി. കാലത്തെന്റെ കാല് മുറിഞ്ഞു. ഇപ്പോഴെനിക്ക് വിശന്നിരിക്കേണ്ടി വരുന്നു. ശരിക്കും ആ മനുഷ്യൻ ഭാഗ്യദോഷി തന്നെ. ഈ മനുഷ്യൻ ജീവിച്ചിരുന്നാൽ രാവിലെ അയാളെ കാണുന്നവർക്കെല്ലാം ഭാഗ്യദോഷമേ ഉണ്ടാകൂ. ആരെവിടെ? ആ മനുഷ്യനെ നാളെ തൂക്കിക്കൊല്ലണമെന്ന് ഞാൻ ആജ്ഞാപിക്കുന്നു. നാളെ തന്നെ. ഭടൻ അയാളോട് തൂക്കിക്കൊല്ലുന്ന വിവരം പറഞ്ഞു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് അതിനു മുമ്പായി എനിക്ക് മഹാരാജാവിനെ ഒന്ന് കാണണം. ഭടൻ അയാളെ രാജാവിന്റെ അടുക്കൽ കൊണ്ടുപോയി. നിങ്ങൾക്കെന്നോട് എന്താണ് പറയാനുള്ളത്? വേഗം പറയൂ. മഹാരാജൻ, എന്നെ കണ്ടാൽ ഭാഗ്യദോഷമുണ്ടാവുമെന്ന് എല്ലാവരും പറയുന്നു. പക്ഷെ ഞാൻ രാവിലെ അങ്ങയുടെ മുഖമാണ് കണ്ടത്. ഇപ്പോൾ ഞാൻ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെടാൻ പോകുന്നു. അതുകൊണ്ട് ആരാണ് കൂടുതൽ ഭാഗ്യദോഷി എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇയാൾ പറയുന്നത് സത്യമാണ്. ഞാൻ എന്തൊരു വിഡ്ഢിയാണ്. മഹാരാജാവായ ഞാൻ അയാളോട് മാന്യമായി പെരുമാറേണ്ടതായിരുന്നു. എനിക്കതിൽ തെറ്റുപറ്റി. ഞാൻ നിന്നെ വിട്ടയക്കുന്നു. നിനക്കിവിടെ നിന്നും പോകാം. നന്ദി മഹാരാജൻ. കംഫർട്ടബിൾ, സുഖസൗകര്യം അഥവാ ആശ്വാസം. ലിസേർഡ്, നീണ്ട ശരീരമുള്ള ഒരു ഉരഗം. അതിന് 2 കാലുകളും ഇളക്കാവുന്ന വാലും ഉണ്ടാകും. ഡെത്ത് സെന്റൻസ്, ഒരു കുറ്റത്തിന് നൽകുന്ന മരണശിക്ഷ. എല്ലാവരോടും നന്നായി പെരുമാറുക. ഗ്രാമത്തിലെ പ്രസിഡന്റിന്റെ ഏക മകളായിരുന്നു രൂപ. രൂപ അതിസുന്ദരിയായിരുന്നു. തന്റെ സൗന്ദര്യത്തിൽ അവൾ വളരെയധികം അഹങ്കരിച്ചു. ഓ, എന്നെപ്പോലെ സുന്ദരിയായ ഒരാൾ ഈ ഗ്രാമത്തിലില്ല. മോളെ രൂപേ, പുറത്തേക്ക് വാ മോളെ. നിന്റെ കൂട്ടുകാരിതേ വന്നിരിക്കുന്നു. ശരിയച്ചാ, ഞാനിതാ വരുന്നു. രൂപ, വാ, നമുക്ക് പോകാം. ഏയ്, നീ എന്താ ഈ വസ്ത്രം ധരിച്ചിരിക്കുന്നത്? എന്നെപ്പോലെ നല്ലൊരു വസ്ത്രം ധരിച്ചുകൂടായിരുന്നോ നിനക്ക്? നീ എപ്പോഴും എല്ലാവരോടും മോശമായി പെരുമാറുന്നു. ഞാൻ പോകുന്നു. ഇനി ഒരിക്കലും നിന്നെ കാണാൻ വരില്ല. ഏഹേ, ദേഷ്യപ്പെടരുത്. വാ, നമുക്ക് പോകാം. നടന്നുകൊണ്ടിരിക്കെ രൂപ എല്ലാവരെക്കുറിച്ചും പരിഹസിച്ചുകൊണ്ടേയിരുന്നു. ആ ഗ്രാമത്തിൽ പാവപ്പെട്ട ഒരു വിരൂപി ജീവിച്ചിരുന്നു. ഏയ്, അതിലേ പോകരുത്. ആ വിരൂപി അവിടെയാണ് താമസിക്കുന്നത്. എനിക്ക് അയാളുടെ നേരെ നോക്കുന്നത് പോലും ഇഷ്ടമല്ല.
അങ്ങനെ പറയരുത് രൂപ. നീ എന്തൊക്കെ പറഞ്ഞാലും ഈ വിഷയത്തിൽ നീ പറയുന്നത് ഞാൻ കേൾക്കില്ല. എനിക്ക് അയാളെ വെറുപ്പാണ്. രൂപ തിരിച്ചുപോയി. ദിവസങ്ങൾ കൊഴിഞ്ഞു. ഒരു ദിവസം രൂപയും അവളുടെ കൂട്ടുകാരിയും ഒരു പുഴയുടെ തീരത്തിരുന്ന് സംസാരിക്കുകയായിരുന്നു. പെട്ടെന്ന് രൂപ പുഴയിലേക്ക് വീണു. ഓ, അവൾ മുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പോയി സഹായിക്കട്ടെ. ആ വിരൂപി അവളെ രക്ഷിച്ച ശേഷം അവിടെ നിന്നും പോയി. രൂപ, എഴുന്നേൽക്ക്! രൂപ, രൂപ, എഴുന്നേൽക്ക് രൂപ! രൂപ കണ്ണുകൾ മെല്ലെ തുറന്നു. ആരാണ് എന്നെ രക്ഷിച്ചത്? നീ ഏറ്റവും വെറുക്കുന്ന മനുഷ്യനാണ് നിന്റെ ജീവൻ രക്ഷിച്ചത്. എന്ത്? ആ വികൃത മനുഷ്യനാണോ എന്നെ രക്ഷിച്ചത്? അതെ. ഓ, ഞാൻ എത്ര നീചമായിട്ടാണ് പെരുമാറിയത്. വാ, നമുക്ക് പോയി അയാളോട് നന്ദി പറയാം. എന്നോട് ദയവായി ക്ഷമിച്ചാലും എന്നെ രക്ഷിച്ചതിന് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഏയ്, അതൊന്നും സാരമില്ല മോളെ. ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഞാൻ പോയി വരാം. അന്നു മുതൽ രൂപ എല്ലാവരോടും ഒരേപോലെ പെരുമാറി. ഗ്ലാൻസ്, ഒരു നോട്ടം നോക്കുക. റൂട്ട്, എങ്ങോട്ടെങ്കിലും പോകാനുള്ള വഴി. ഡ്രൗണിംഗ്, വെള്ളത്തിൽ മുങ്ങി മരിക്കുക. ക്ഷമിക്കൂ എന്ന് പറയാൻ പഠിക്കുക. ഒരിക്കൽ ഒരു ഭാര്യയും ഭർത്താവും അവരുടെ മകനും കാട്ടിലൂടെ നടക്കുകയായിരുന്നു. വേഗം ഇങ്ങോട്ട് നടക്ക്. നേരെ ഇരുട്ടുന്നതിന് മുമ്പ് നമുക്ക് ഈ കാട് എങ്ങനെയെങ്കിലും കടക്കണം. ഞങ്ങൾ വരുന്നുണ്ട്. നമ്മൾ വളരെ സൂക്ഷിക്കണം. കള്ളന്മാർ ഇവിടെ പതുങ്ങിയിരുന്ന് നമ്മളെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വേഗം നടക്ക്. അച്ഛാ, അവർ നമ്മളെ ആക്രമിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെക്കുറിച്ച് നീ വിഷമിക്കണ്ട. നിന്റെ അച്ഛനത് നോക്കിക്കോളും. നീ സൂക്ഷിച്ച് നടന്നാ മതി. ശരിയമ്മേ. അവർ നടന്നുകൊണ്ടിരിക്കെ നിക്ക്. ആരോ അവിടെ സംസാരിക്കുന്ന കേട്ടോ? ഞാൻ കേട്ടു. ഓ, ഒരു കുടുംബം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വിലമതിപ്പുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. വേഗം കയ്യിലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ തരൂ, ഇല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ കൊല്ലും. മര്യാദക്കെടുക്ക്. നോക്കൂ, ഞങ്ങളുടെ പക്കൽ ഒന്നുമില്ല. ഞങ്ങൾ കുറച്ച് പണം ചേർത്ത് വെച്ചു. അതുകൊണ്ട് ഞങ്ങൾക്കൊരു കാര്യമുണ്ട്. ഞങ്ങളെ നിങ്ങളൊന്നും ചെയ്യരുത്. മതി സംസാരിച്ചത്. മര്യാദയ്ക്ക് കയ്യിലുള്ള സാധനങ്ങളെല്ലാം ഇങ്ങെടുക്ക്. അതേസമയം ആൺകുട്ടി ചുറ്റും നോക്കിക്കൊണ്ടേയിരുന്നു. അച്ഛനമ്മമാരെ രക്ഷിക്കാൻ അവൻ ആഗ്രഹിച്ചു. പെട്ടെന്നവൻ ഒരു മരത്തിന്റെ മുകളിൽ ഒരു വലിയ തേനീച്ചക്കൂട് കണ്ടു. അവൻ ഒരു കല്ലെടുത്ത് അതുകൊണ്ട് തേനീച്ചക്കൂട്ടിൽ എറിഞ്ഞു. അത്ര തന്നെ. തേനീച്ചകൾ മൂളിക്കൊണ്ട് പറക്കാൻ തുടങ്ങി. അവ കള്ളന്മാരെ ആക്രമിച്ചു. അതേസമയം വേഗം വരൂ, നമുക്കിവിടുന്ന് രക്ഷപ്പെടാം. വരൂ അച്ഛാ, വരൂ അമ്മേ. എല്ലാവരും അതിവേഗം ഓടാൻ തുടങ്ങി. ഇതൊട്ടും പ്രതീക്ഷിക്കാത്ത കള്ളന്മാർക്ക് വളരെയധികം മുറിവുകളുണ്ടായി. അവർ വേദന കൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്നു. എന്റെ പൊന്നു മോനെ, നീ വളരെ ധൈര്യശാലിയാണ്. നിന്റെ ധൈര്യം നമ്മുടെ സ്വത്തും പ്രയത്നവും എല്ലാം സംരക്ഷിച്ചു. നീ നല്ല കുട്ടിയാണ്. ശരി, സമയം കളയണ്ട, നമുക്ക് പോകാം. വാ. 3 പേരും വീണ്ടും യാത്ര തുടർന്നു. ഡബിൾ മൈൻഡ്, തീരുമാനമെടുക്കാനുള്ള കഴിവുകേട്. ബ്ലെയിം, ഒരാളുടെ മേൽ പഴി ചുമത്തുക. അഷെയിം, നാണക്കേട് തോന്നുക അഥവാ ലജ്ജിക്കുക. ധൈര്യവാന്മാരാവുക. ശ്രവണൻ എന്നൊരു രാജാവിന് നായാട്ട് വളരെ ഇഷ്ടമായിരുന്നു. സൈനികരെ, നാളെ ഒരു നായാട്ടിന് പോകാനുള്ള ഒരുക്കങ്ങൾ ഉടൻ തന്നെ ചെയ്തുകൊള്ളുക. കൽപ്പന പോലെ മഹാരാജാവേ. അടുത്ത ദിവസം രാജാവ് യാത്ര പുറപ്പെട്ടു. നായാട്ട് നടത്തിയപ്പോൾ പല മാനുകളുടെയും ജീവൻ നഷ്ടപ്പെട്ടു. രാജാവ് കാട്ടിൽ നിന്ന് പോയ ഉടനെ, ഇന്ന് വീണ്ടും നമ്മുടെ പല ബന്ധുക്കളും കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇതൊരു പതിവായി തീർന്നിരിക്കുകയാണ്.
ഇതിനെക്കുറിച്ച് ഞാൻ മഹാരാജാവിനോട് സംസാരിക്കും. അടുത്ത ദിവസം മാൻ മഹാരാജാവിനെ കൊട്ടാര ഉദ്യാനത്തിൽ വെച്ച് കണ്ടു. ഹേയ്, നീ എന്താണ് അവിടെ ചെയ്യുന്നത്? മഹാരാജൻ, അങ്ങയോടൊരു സഹായം ചോദിക്കാനാണ് ഞാൻ വന്നത്. ചോദിക്ക. രാജൻ, താങ്കൾ നായാട്ടിന് കാട്ടിലേക്ക് വരേണ്ടതില്ല. ഞാൻ ആഴ്ചതോറും ഓരോ മാനിനെ പറഞ്ഞയക്കാം. അങ്ങ് ഈ ഉദ്യാനത്തിൽ വെച്ച് അതിനെ വേട്ടയാടണം. ഇപ്രകാരം നായാട്ടിനുള്ള അങ്ങയുടെ ആഗ്രഹം പൂർത്തിയാകും. ഞങ്ങൾക്കും കൂടുതൽ ബന്ധുക്കളുടെ ജീവൻ നഷ്ടപ്പെടില്ല, കൂട്ടുകാരുടെയും. കൊള്ളാം, നല്ല ആശയമാണത്. ഞാനത് അംഗീകരിക്കുന്നു. അങ്ങനെ തീരുമാനിച്ചതുപോലെ ഓരോ ആഴ്ചയും ഓരോ മാനുകൾ വേട്ടയാടപ്പെട്ടു. മഹാരാജാവ് ഉദ്യാനത്തിൽ ആ മാനിനെ വേട്ടയാടി. മാസങ്ങൾ കടന്നുപോയി. ഓ, എനിക്ക് വേട്ടയാടാൻ സമയമായിരിക്കുന്നു. ആ, എന്റെ ഇരയിതാ വന്നിരിക്കുന്നു. പക്ഷേ മാനിന്റെ തല കണ്ടപ്പോൾ മഹാരാജാവ് ഞെട്ടി. ഹേയ്, നീ എന്തിനു വന്നു? പൊയ്ക്കോ. നീ പോയി നിന്റെ പ്രജകളിൽ ഒന്നിനെ അയക്ക്. മഹാരാജൻ, ഇന്ന് ഗർഭിണിയായ ഒരു മാനിന്റെ ഊഴമാണ്. എനിക്ക് അവളെ അയക്കാനാവില്ല. അവൾക്ക് പകരമാണ് ഞാൻ വന്നത്. വേട്ട തുടങ്ങിക്കോളൂ. എന്ത്? നിന്റെ ജീവൻ ത്യാഗം ചെയ്യാൻ നീ തയ്യാറാണെന്നോ? അതും നിന്റെ പ്രജകൾക്ക് വേണ്ടി? അതെ, അവരെ പരിപാലിക്കേണ്ടത് എന്റെ കടമയാണ്. രാജാവിന് വളരെ ആശ്ചര്യം തോന്നി. എന്റെ പ്രവൃത്തിയിൽ ഞാൻ നാണിക്കുന്നു. എന്നോട് ക്ഷമിച്ചാലും ഞാനൊരു പാഠം പഠിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളെയെല്ലാം വിട്ടയക്കുന്നു. നിങ്ങൾക്ക് എന്റെ സാമ്രാജ്യത്തിൽ എവിടെ വേണമെങ്കിലും ധൈര്യമായി സഞ്ചരിക്കാവുന്നതാണ്. ആരും നിങ്ങളെ വേട്ടയാടില്ല. ഇന്നു മുതൽ എന്റെ രാജ്യത്ത് നായാട്ട് ഞാൻ നിരോധിച്ചിരിക്കുന്നു. ഇതെന്റെ ആജ്ഞയാണ്. നന്ദി ഉദാരനായ രാജാവേ. വാല്യുബിൾസ്, വിലമതിപ്പുള്ള ഒന്ന്. ബസിംഗ്, തേനീച്ചയുടെ മൂളൽ. സ്പെയർ, ഉപദ്രവിക്കാതെ വിടുക. പെബിൾസ് മലയാളം.